ഇപ്പോൾ നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധനായ കെ.പി. ഫാബിയൻ കൂടി ചേരുകയാണ്. ശ്രീ കെ.പി. ഫാബിയൻ, ഇപ്പോൾ നിരവധി കരാറുകൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ റദ്ദാക്കുന്നു, നയതന്ത്രമായൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തുന്നു. തുടർന്ന് ഇപ്പോൾ ഇന്ത്യ നീക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഭീകരതയ്ക്കെതിരെ നമുക്കുണ്ടായ ഈ നഷ്ടം ഇനി ആവർത്തിക്കാതിരിക്കാൻ ഭീകരതയ്ക്കെതിരെ സമഗ്രമാകുന്നത്? ഇപ്പോഴത്തെ നീക്കങ്ങൾ സമൃദ്ധമാണോ? പ്രവചിക്കാൻ സാധിക്കില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ളത് പാകിസ്ഥാൻ ഇപ്പോഴും ടെററിസം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസിയുടെ പാർട്ടാണ്. കാരണം ഈ നടന്ന കൂട്ടക്കൊല അതിൽ ISIക്ക് മിക്കവാറും പങ്കുണ്ടായിരിക്കണം. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഇതാണ്, നമ്മൾ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കുക, അതിൽ എല്ലാ കാര്യങ്ങളും പറയുക, അതിൽ പാകിസ്ഥാന്റെ ഇതിലുള്ള പങ്കാളിത്തത്തിന്റെ എവിഡൻസ് കൊടുക്കുക, അത് പ്രസിദ്ധീകരിക്കുക, എന്നിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ മറുപടി. ആ മറുപടി നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നടപടികൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല, നമ്മളത് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് എത്രത്തോളം സാധുതയുണ്ട് നിയമപരമായി നിലനിൽക്കുന്നതിൽ? സാധുത നിയമപരമായിട്ട് അത് ശരിയല്ല. കാരണം ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തർക്കങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു ക്ലോസ് ഉണ്ട്. അത് വേൾഡ് ബാങ്കിനോട് ചോദിച്ചിട്ട് അതിന്റെ വേൾഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ നിയമപരമായിട്ട് ആ ചെയ്തത് ശരിയല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ പൊളിറ്റിക്കലായിട്ട് പറയാൻ സാധിക്കും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്നു, വെള്ളം വേണം അഗ്രികൾച്ചറിന്, വെള്ളം വേണം ജീവിക്കാൻ. പാകിസ്ഥാനിന് ഇന്ത്യയിലേക്ക് ടെററിസമാണ് പ്രവാഹിക്കുന്നത്. അപ്പോ എന്തുകൊണ്ട് ഇത് നമ്മൾ സമ്മതിക്കണം? അതൊരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായിട്ട് ഇതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും.